ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 48-ാം ദിവസം. ഉടമ്പടി പത്രിക വീണ്ടും നൽകുന്നു. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം, 34-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 24-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 80 എന്നിവ വായിക്കുന്നു. ഉടമ്പടിയുടെ പ്രമാണങ്ങളായ 10 കൽപ്പനകൾ കർത്താവ് വീണ്ടും മോശയ്ക്ക് നൽകുന്നു. ഇസ്രായേൽ ജനതയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് മോശ കർത്താവിനോട് മുഖാമുഖം സംസാരിക്കുകയും ആത്മബന്ധം പുലർത്തുകയും ചെയ്യുന്നു. വാഗ്ദത്ത നാട്ടിലെത്തുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകളും മുന്നറിയിപ്പുകളും കർത്താവ് നൽകുന്നു. മോശ ജനത്തിനു വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്നതിനെപ്പറ്റിയും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം. ജനം ആഭരണം ഉപേക്ഷിക്കുന്നു. കർത്താവ് മോശയോട് സംസാരിച്ചു. നീയും ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് നിന്റെ സന്തതിക്ക് ഞാൻ അത് നൽകും എന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക. ഞാൻ നിനക്ക് മുമ്പേ ഒരു ദൂതനെ അയച്ച് കാനാന്യർ, അമോര്യർ, ഹിത്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരെ തുരത്തും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ ഇല്ലായ്മ ചെയ്യാതിരിക്കേണ്ടതിനാണ് തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് നിൻ്റെ കൂടെ ഞാൻ വരാതിരിക്കുന്നത്. എന്തെന്നാൽ നീ പിടലി കെടുത്ത ഒരു ജനമാണ്. ജനം ഈ ദുർവാർത്ത കേട്ടു. അവർ വിലാപം ആചരിച്ചു. അവർ ഒരാൾ പോലും ആഭരണമണിഞ്ഞില്ല. നീ ഇസ്രായേല്യരോട് പറയുക, നിങ്ങൾ പിടലി കെടുത്ത ഒരു ജനമാണ്. ഒരു നിമിഷം നിന്നോടുകൂടെ ഞാൻ വന്നാൽ തന്നെ നിന്നെ ഞാൻ ഇല്ലായ്മ ചെയ്യും. ഇപ്പോൾ നിൻ്റെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുക. നിന്നോട് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് കർത്താവ് മോശയോട് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൊറേബ് മല മുതൽ ഇസ്രായേല്യർ തങ്ങളുടെ ആഭരണം ഉപേക്ഷിച്ചു. മോശയുമായി കർത്താവിൻ്റെ ആത്മബന്ധം. മോശ കൂടാരമഴിച്ച് തനിക്കായി പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് അകലെയായി വിരിച്ചിരുന്നു. അവൻ തൻ്റെ അതിനെ സമാഗമ കൂടാരം എന്ന് വിളിച്ചു. കർത്താവിനെ തേടുന്ന ഓരോരുത്തരും പാളയത്തിന് വെളിയിലുള്ള സമാഗമ കൂടാരത്തിലേക്ക് ചെല്ലുമായിരുന്നു. മോശ ഈ കൂടാരത്തിലേക്ക് പുറപ്പെടുമ്പോൾ ജനം മുഴുവൻ എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിലയുറപ്പിക്കുമായിരുന്നു. മോശ കൂടാരത്തിലേക്ക് കടക്കുന്നതുവരെ അവന് പിന്നാലെ അവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് മോശയുമായി സംസാരിച്ചിരുന്നു. കൂടാരവാതിൽക്കൽ നിൽക്കുന്ന മേഘസ്തംഭം കാണുമ്പോൾ ജനം മുഴുവൻ ഒന്നാകെ എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരവാതിൽക്കൽ ആരാധിച്ചിരുന്നു. ഒരാൾ തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചിരുന്നു. മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോഴും അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരമധ്യേ നിന്ന് മാറിപ്പോയിരുന്നില്ല. മോശ കർത്താവിനോട് പറഞ്ഞു, നോക്കൂ, ഈ ജനത്തെ കൊണ്ടുപോവുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അങ്ങ് എന്നെ അറിയിച്ചിട്ടില്ല. എന്നിട്ടും അങ്ങ് പറയുന്നു, പേരുകൊണ്ട് നിന്നെ എനിക്കറിയാം. നീ എൻ്റെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ വഴി എന്നെ അറിയിച്ചാലും. അങ്ങനെ അങ്ങയുടെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തേണ്ടതിന് ഞാൻ അങ്ങയെ അറിയട്ടെ. ഈ ജനത അങ്ങയുടെ ജനമാണെന്ന് കാണണമേ. അവിടുന്ന് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം കൂടെ സഞ്ചരിച്ച് ഞാൻ നിനക്ക് വിശ്രാന്തി നൽകും. അവൻ അവിടുത്തോട് പറഞ്ഞു, അങ്ങയുടെ സാന്നിധ്യം കൂടെ സഞ്ചരിക്കുന്നില്ലെങ്കിൽ
ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് ഞങ്ങളോടൊത്ത് സഞ്ചരിക്കുന്നില്ലെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും അങ്ങയുടെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നെന്ന് പിന്നെ അങ്ങനെ വെളിപ്പെടും. ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള സകല ജനത്തിലും നിന്ന് വ്യത്യസ്തരാണല്ലോ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ നിർദ്ദേശിച്ച ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു. പേരുകൊണ്ട് നിന്നെ ഞാൻ അറിയുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, ദയചെയ്ത് അങ്ങയുടെ മഹത്വം എനിക്ക് കാട്ടിത്തരണമേ. അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ എൻ്റെ സർവ്വ നന്മസ്വരൂപവും നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകാനിടയാക്കും. നിൻ്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുന്നത് കർത്താവ് എന്ന നാമത്തിലായിരിക്കും. ഞാൻ ദയ കാണിക്കുന്നവനോട് ഞാൻ ദയാലുവാകും. ഞാൻ ആർദ്രത കാണിക്കുന്നവനോട് ഞാൻ ആർദ്രതനാകും. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, എൻ്റെ മുഖം ദർശിക്കാൻ നിനക്കാവില്ല. കാരണം മനുഷ്യന് എന്നെ കാണാനും ജീവിച്ചിരിക്കാനുമാകില്ല. കർത്താവ് അരുൾ ചെയ്തു, ഇതാ എൻ്റെ പക്കലുള്ള ഇടം. നീ പാറമേൽ നിലയുറപ്പിച്ചു കൊള്ളുക. എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയിടുക്കിൽ നിർത്തും. ഞാൻ കടന്നു പോകും വരെ എൻ്റെ കൈപ്പത്തി നിൻ്റെ മേൽ ഞാൻ മറയാക്കും. ഞാൻ എൻ്റെ കൈപ്പത്തി മാറ്റുമ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം, എന്നാൽ എൻ്റെ മുഖം ദൃശ്യമാവുകയില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം. വീണ്ടും ഉടമ്പടി പത്രിക. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ആദ്യത്തേതുപോലുള്ള 2 കൽപ്പലകകൾ നീ തന്നെ ചെത്തിയെടുക്കുക. നീ തച്ചുടച്ച ആദ്യത്തെ ഫലകങ്ങളിലുണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ ആ ഫലകങ്ങളിൽ എഴുതാം. പ്രഭാതത്തോടെ നീ തയ്യാറാകണം. രാവിലെ സീനായി മലയിലേക്ക് കയറി അവിടെ മലമുകളിൽ എനിക്കായി നീ കാത്തു നിൽക്കുക. ഒരാളും നിന്നോടൊന്നിച്ച് കയറരുത്. മലയിലെങ്ങും ഒരുവനും കാണപ്പെടരുത്. ആ മലയുടെ മുമ്പിൽ ആടുമാടുകളാകട്ടെ മേയുകയുമരുത്. ആദ്യത്തേതുപോലുള്ള 2 കൽപ്പലകകൾ അവൻ ചെത്തിയെടുത്തു. കർത്താവ് തന്നോട് കൽപ്പിച്ചതനുസരിച്ച് മോശ അതിരാവിലെ എഴുന്നേറ്റ് സീനായി മലയിലേക്ക് കയറി. 2 കൽപ്പലകകൾ അവൻ തൻ്റെ കൈകളിൽ എടുത്തിരുന്നു. കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവനോടൊപ്പം അവിടെ നിലയുറപ്പിച്ച് കർത്താവ് എന്ന നാമം പ്രഖ്യാപിച്ചു. കർത്താവ് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. അവിടുന്ന് ഉദ്ഘോഷിച്ചു, കർത്താവ് കർത്താവ് ആർദ്രനും ദയാലുവുമായ ദൈവം, കോപവിമുഖൻ, കാരുണ്യത്തിലും വിശ്വസ്തതയിലും സമ്പന്നൻ, 1000 തലമുറകളോട് കാരുണ്യം പുലർത്തുന്നവൻ, കുറ്റവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, എന്നാൽ തീർത്തും കുറ്റമുക്തമാക്കാതെ പിതാക്കന്മാരുടെ കുറ്റം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3ഉം 4ഉം തലമുറ വരെ ചുമത്തുന്നവൻ. മോശ തിടുക്കപ്പെട്ട് നിലം പറ്റി കുമ്പിട്ട് ആരാധിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ നാഥ, അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ കൃപ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ നാഥ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സദയം സഞ്ചരിക്കണമേ. കാരണം ഇത് പിടലികടുത്ത ജനമാണ്. ആകയാൽ അങ്ങ് ഞങ്ങളുടെ കുറ്റവും പാപവും ക്ഷമിക്കുകയും ഞങ്ങളെ അവകാശമാക്കുകയും ചെയ്യണമേ. അവിടുന്ന് അരുൾ ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ലോകത്തിലെങ്ങും ഒരു ജനതയുടെ ഇടയിലും നിർവഹിക്കപ്പെട്ടിട്ടില്ലാത്ത വിസ്മയകൃത്യങ്ങൾ നിന്റെ ജനം മുഴുവൻ്റെയും മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. നീ ആരുടെ മധ്യയാണോ ആ ജനം മുഴുവൻ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. തീർച്ചയായും ഞാൻ നിന്നോടൊപ്പം ചെയ്യാൻ പോകുന്നത് ഭയാനകമായിരിക്കും. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ പാലിക്കുക. ഇതാ നിന്റെ മുമ്പിൽ നിന്ന് അമോര്യർ, കാനാന്യർ, ഹിത്യർ, പെരീസ്യർ, ഹിവ്യർ, ജെബൂസ്യർ എന്നിവരെ ഞാൻ തുരത്തുകയാണ്. നീ പ്രവേശിക്കുന്നിടത്തെ ദേശവാസിയുമായി ഉടമ്പടിയിലേർപ്പെട്ട് അത് നിന്റെ മധ്യേ ഒരു കെണിയായി തീരാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക. മറിച്ച് നീ അവരുടെ ബലിപീഠങ്ങൾ പൊളിക്കുകയും അവരുടെ സ്തംഭങ്ങൾ തകർക്കുകയും അക്ഷരകൾ വെട്ടിവീഴ്ത്തുകയും വേണം. എന്തെന്നാൽ മറ്റൊരു ദൈവത്തെയും നീ ആരാധിക്കരുത്. കാരണം കർത്താവ് തീക്ഷ്ണമതിയാണ്. തീക്ഷ്ണമതിയായ കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം. അതല്ലെങ്കിൽ നീ തദ്ദേശവാസിയുമായി ഉടമ്പടി ചെയ്യാനിടയാകും. അവർ തങ്ങളുടെ ദേവന്മാർക്ക് പിന്നാലെ വ്യഭിചരിച്ച് നടക്കുകയും ദേവന്മാർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരുവൻ നിന്നെ ക്ഷണിക്കുകയും നീ അവൻ്റെ ബലിവസ്തുവിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തേക്കാം. നിന്റെ പുത്രന്മാർക്ക് വേണ്ടി അവൻ്റെ പുത്രിമാരിൽ ചിലരെ നീ സ്വീകരിച്ചേക്കാം. അപ്പോൾ അവൻ്റെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാർക്ക് പിന്നാലെ വ്യഭിചരിച്ച് നടക്കുകയും അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ ദേവന്മാർക്ക് പിന്നാലെ വ്യഭിചരിച്ച് നടക്കുവാൻ ഇടയാക്കിയേക്കാം. നിനക്കായി ദേവന്മാരെ വാർത്തെടുക്കരുത്. നീ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ കൊണ്ടാടണം. അബീബ് മാസത്തിൻ്റെ
നിശ്ചിത സമയത്ത് 7 ദിവസം ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം. കാരണം അബീബ് മാസത്തിലാണ് നീ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത്. ഗർഭപാത്രം തുറക്കുന്ന സകലതും എനിക്കുള്ളതാണ്. കാളയോ മുട്ടാടോ ആകട്ടെ, ആണായി പുറത്തു വരുന്ന നിന്റെ ഓരോ കന്നുകാലിയും. കഴുതയുടെ കടിഞ്ഞൂലിനെ മുട്ടാടിനെ കൊണ്ട് നിനക്ക് വീണ്ടെടുക്കാം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിക്കണം. നിന്റെ പുത്രന്മാരിൽ ഓരോ ആദിജാതനെയും നീ വീണ്ടെടുക്കണം. എൻ്റെ മുഖം വെറും കൈയോടെ ദർശിക്കപ്പെടരുത്. 6 ദിവസം നിനക്ക് ജോലി ചെയ്യാം. 7-ാം ദിവസം നീ വിശ്രമിക്കണം. ഉഴവായാലും കൊയ്ത്തായാലും നീ വിശ്രമിക്കണം. ഗോതമ്പ് വിളയുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് നീ ആഴ്ചകളുടെ തിരുനാൾ ആഘോഷിക്കണം. വർഷാവസാനം സംഭരണ തിരുനാൾ. നിന്റെ പുരുഷഗണം മുഴുവനും ആണ്ടിൽ 3 തവണ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവായ നാഥൻ്റെ മുഹദാവിൽ സന്നിഹിതമാകണം. തീർച്ചയായും ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും. നിന്റെ അതിര് ഞാൻ വിസ്തൃതമാക്കും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ സന്നിഹിതനാകാൻ വർഷത്തിൽ 3 പ്രാവശ്യം നീ പോകുമ്പോഴും ആരും നിന്റെ ഭൂമി മോഹിക്കില്ല. നിനക്കുള്ള ബലിരക്തം നീ പുളിപ്പിന്മേൽ അർപ്പിക്കരുത്. പെസഹാ തിരുനാളിലെ ബലിവസ്തു പ്രഭാതം വരെ അവശേഷിപ്പിക്കുകയുമരുത്. നിന്റെ മണ്ണിൻ്റെ ആദ്യഫലങ്ങളിൽ മികച്ചത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിൽ നീ കൊണ്ടുവരണം. കിടാവിനെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ തന്നെ ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക. എന്തെന്നാൽ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഉടമ്പടി ചെയ്തിട്ടുള്ളത്. മോശ 40 പകലും 40 രാവും അവിടെ കർത്താവിനോട് കൂടിയായിരുന്നു. അവൻ അപ്പം ഭക്ഷിച്ചില്ല, വെള്ളം കുടിച്ചുമില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ ഫലകങ്ങളിൽ എഴുതി. സീനായ് മലയിൽ നിന്ന് മോശ ഇറങ്ങി വന്നപ്പോൾ, മലയിൽ നിന്നിറങ്ങുമ്പോൾ മോശയുടെ കൈവശം സാക്ഷ്യത്തിൻ്റെ 2 ഫലകങ്ങൾ ഉണ്ടായിരുന്നു. അവിടുന്നുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖചർമ്മം പ്രശോഭിച്ചിരുന്നെന്ന് മോശ അറിഞ്ഞിരുന്നില്ല. അഹ്റോനും ഇസ്രായേല്യർ മുഴുവനും മോശയെ കണ്ടു. ഇത് അവൻ്റെ മുഖചർമ്മം പ്രശോഭിച്ചിരിക്കുന്നു. അവൻ്റെ പക്കലേക്ക് ചെല്ലാൻ അവർ ഭയപ്പെട്ടു. അപ്പോൾ മോശ അവരെ വിളിച്ചു. അഹ്റോനും സമൂഹത്തിലെ എല്ലാ നേതാക്കന്മാരും അവൻ്റെ പക്കലേക്ക് തിരികെ ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അതിനുശേഷം ഇസ്രായേല്യർ മുഴുവനും അടുത്തു ചെന്നു. സീനായ് മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവരോട് അനുശാസിച്ചു. അവരുമായി സംസാരിച്ചു തീർന്നപ്പോൾ മോശ തൻ്റെ മുഖത്ത് ഒരു മൂടുപടമിട്ടു. മോശ കർത്താവിൻ്റെ മുമ്പിൽ അവിടുത്തോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെ മൂടുപടം മാറ്റിയിരുന്നു. അവൻ പുറത്തു വരികയും കൽപ്പിക്കപ്പെട്ടവ ഇസ്രായേല്യരോട് പറയുകയും ചെയ്തു. ഇസ്രായേല്യർ മോശയുടെ മുഖം ശ്രദ്ധിച്ചു. എന്തെന്നാൽ മോശയുടെ മുഖചർമ്മം പ്രശോഭിച്ചിരുന്നു. അവിടുത്തോട് സംസാരിക്കാൻ പോകും വരെ മോശ തൻ്റെ മുഖത്ത് മൂടുപടം തിരികെ ഇടുമായിരുന്നു. ലേവ്യരുടെ പുസ്തകം 24-ാം അധ്യായം. വിളക്കുകാൽ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു. തീനാളം എപ്പോഴും ഉയർത്തേണ്ടതിന് ദീപത്തിനായി ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ നിന്റെ പക്കൽ കൊണ്ടുവരാൻ ഇസ്രായേല്യരോട് നീ കൽപ്പിക്കുക. സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശ്ശീലയ്ക്ക് വെളിയിൽ കർത്താവിൻ്റെ മുമ്പിൽ സദാ സന്ധ്യ മുതൽ പ്രഭാതം വരെ അഹ്റോൻ അത് സജ്ജീകരിക്കണം. ഇത് നിങ്ങളുടെ തലമുറകൾക്കുള്ള ശാശ്വത ചട്ടമാണ്. കർത്തൃസന്നിധിയിൽ തങ്കവിളക്കുകാലിന്മേൽ അവൻ ചരാതുകൾ സദാ ഒരുക്കി വയ്ക്കണം. തിരുസാന്നിധ്യ അപ്പം. നേരിയ മാവെടുത്ത് നീ അത് 12 അപ്പമായി ചുടണം. ഒരപ്പം 2 ഇസ്രോനായിരിക്കണം. 1 നിര 6 എണ്ണമായി അവ 2 നിരകളായി കർത്തൃസന്നിധിയിൽ തങ്കമേശമേൽ സ്ഥാപിക്കണം. നിരയ്ക്ക് മീതെയായി ശുദ്ധമായ കുന്തുരുക്കം വയ്ക്കണം. അത് കർത്താവിന് അപ്പത്തിനുള്ള സ്മരണാംശമായി അഗ്നിയിലുള്ള അർപ്പണമാകുവാനുള്ളതാണ്. ഇസ്രായേല്യരിൽ നിന്നുള്ള ശാശ്വത ഉടമ്പടിയായ അത് ഓരോ സാബത്ത് ദിവസവും അവൻ കർത്തൃസന്നിധിയിൽ സദാ ഒരുക്കി വയ്ക്കണം. അത് അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും ഉള്ളതായിരിക്കും. അവർ അത് വിശുദ്ധമായെടുത്ത് വെച്ച് ഭക്ഷിക്കണം. കാരണം അത് അവന് ശാശ്വത ഓഹരിയായി കർത്താവിനുള്ള അഗ്നിയിലെ അർപ്പണങ്ങളിൽ നിന്നുള്ള അതിവിശുദ്ധ വസ്തുവാണ്. ദൂഷണത്തിനും ജീവഹാനിക്കും ശിക്ഷ. ഇസ്രായേലി സ്ത്രീകളുടെയും ഈജിപ്തുകാരൻ പുരുഷന്മാരുടെയും മകനായ ഒരുവൻ ഇസ്രായേല്യരുടെ കൂടെ പുറപ്പെട്ടു വന്നിരുന്നു. പാളയത്തിൽ വെച്ച് ആ ഇസ്രായേൽക്കാരിയുടെ മകനും
ഒരു ഇസ്രായേൽക്കാരനും ശണ്ട കൂടി. ഇസ്രായേലി സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ചുകൊണ്ട് ശാപം ഉച്ചരിച്ചു. അവർ അവനെ മോശയുടെ പക്കൽ കൊണ്ടുവന്നു. അവൻ്റെ അമ്മയുടെ പേര് ഷലോമിത്ത് എന്നായിരുന്നു. അവൾ ദാൻ ഗോത്രത്തിലെ ദിമ്രിയുടെ മകളായിരുന്നു. കർത്തൃമൊഴി പ്രകാരം തീരുമാനമെടുക്കുന്നതിന് അവർ അവനെ തടവിൽ പാർപ്പിച്ചു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ശാപം ഉച്ചരിച്ചവനെ നീ പാളയത്തിന് പുറത്ത് കൊണ്ടുപോകുക. കേട്ടവരെല്ലാം തങ്ങളുടെ കൈകൾ അവൻ്റെ തലയിൽ വയ്ക്കണം. എന്നിട്ട് സമൂഹം മുഴുവനും അവനെ കല്ലെറിയട്ടെ. ഇസ്രായേല്യരോട് നീ ഇപ്രകാരം പ്രസ്താവിക്കണം: തൻ്റെ ദൈവത്തെ ശപിക്കുന്ന ഓരോരുത്തനും തൻ്റെ പാപം വഹിക്കണം. കർത്താവിൻ്റെ നാമം ദുഷിക്കുന്നവൻ തീർച്ചയായും കൊല്ലപ്പെടണം. സമൂഹം മുഴുവനും അവനെ കല്ലെറിയുക തന്നെ വേണം. തിരുനാമം ദുഷിക്കുമ്പോൾ സ്വദേശി എന്ന പോലെ പ്രവാസിയും വധിക്കപ്പെടണം. ഏത് മനുഷ്യൻ്റെയും ജീവനെ നിഹനിക്കുന്നയാളും തീർച്ചയായും വധിക്കപ്പെടണം. മൃഗജീവൻ നിഹനിക്കുന്നവൻ നഷ്ടപരിഹാരം ചെയ്യണം. ജീവന് പകരം ജീവൻ. ഒരാൾ തൻ്റെ അയൽക്കാരന് അംഗഭംഗം വരുത്തിയാൽ അയാൾ ചെയ്തതുപോലെ തന്നെ അയാളോടും ചെയ്യപ്പെടണം. ഒടിവിന് പകരം ഒടിവ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. മനുഷ്യന് അയാൾ എങ്ങനെ അംഗഭംഗം വരുത്തിയോ അങ്ങനെ തന്നെ അയാൾക്കും വരുത്തണം. മൃഗത്തെ കൊല്ലുന്നവൻ അത് തന്നെ നഷ്ടപരിഹാരം നൽകണം. എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവൻ വധിക്കപ്പെടണം. നിങ്ങൾക്ക് ഒരു ന്യായപ്രമാണമേ ഉണ്ടാകാവൂ. പ്രവാസിയെപ്പോലെ തന്നെയാണ് ദേശവാസിയും. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. മോശ ഇസ്രായേല്യരോട് സംസാരിച്ചു. ശാപം ഉച്ചരിച്ചവനെ അവർ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേല്യർ പ്രവർത്തിച്ചു. സങ്കീർത്തനം 80. ഇസ്രായേലിൻ്റെ പുനരുദ്ധാനം. ഗായക നേതാവിന് സാക്ഷ്യത്തിൻ്റെ ലില്ലിപ്പൂക്കൾ എന്ന രീതി ആസാഫിൻ്റേത് കീർത്തനം. ഇസ്രായേലിൻ്റെ ഇടയനെ ചെവിക്കൊള്ളണമേ. ആട്ടിൻപറ്റത്തെപ്പോലെ ജോസഫിനെ നയിക്കുന്നവനെ, കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. ഇഫ്രായിമിൻ്റെയും ബെഞ്ചമിൻ്റെയും മനാസയുടെയും മുമ്പിൽ അങ്ങയുടെ കരുത്ത് പ്രകടമാക്കണമേ. ഞങ്ങൾക്ക് രക്ഷയായി വരണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷിതരാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കെതിരെ അങ്ങ് എത്ര നാൾ കോപിച്ചിരിക്കും? അങ്ങ് അവരെ കണ്ണീരിൻ്റെ അപ്പം തീറ്റിച്ചു. അവരെ പല മടങ്ങ് കണ്ണീർ കുടിപ്പിച്ചു. അങ്ങ് ഞങ്ങളുടെ അയൽക്കാർക്ക് സ്പർദ്ധാവിഷയമാക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കളാകട്ടെ പുച്ഛിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷിതരാകട്ടെ. ഈജിപ്തിൽ നിന്ന് ഒരു മുന്തിരിവള്ളി അങ്ങ് പിഴുതുകൊണ്ടുവന്നു. ജനതകളെ ഒഴിപ്പിച്ച് അത് നട്ടുപിടിപ്പിച്ചു. അങ്ങ് അതിനായി തടമൊരുക്കി. അത് വേരൂന്നുകയും നാട് നിറയുകയും ചെയ്തു. അതിൻ്റെ തണൽ മലകളെയും അതിൻ്റെ ശാഖകൾ കൂറ്റൻ ദേവദാരുക്കളെയും മൂടി. അത് തൻ്റെ കമ്പുകൾ സമുദ്രം വരെയും ചില്ലകൾ നദിയിലേക്കും വിരിച്ചു. അങ്ങ് തന്നെ അതിൻ്റെ വേലികൾ പൊളിച്ചതെന്തുകൊണ്ട്? വഴിപോക്കരെല്ലാം അത് തല്ലിക്കൊഴിക്കുന്നു. കാട്ടുപന്നി അത് കുത്തിമറിക്കുന്നു. വയൽമൃഗങ്ങൾ അത് തിന്നൊടുക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, മടങ്ങി വന്നാലും സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിച്ചെടിയെ സന്ദർശിക്കണമേ. അങ്ങയുടെ വലത്ത് കൈ നട്ട തണ്ട് അങ്ങേക്കായി അങ്ങ് ഉറപ്പിച്ച പുത്രസ്ഥാനത്താണല്ലോ. അത് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്നു, വെട്ടിമാറ്റപ്പെടുന്നു. തിരുമുഖ ശാസനം മൂലം അവർ നശിച്ചു പോകട്ടെ. എന്നാൽ അങ്ങയുടെ വലത്തുവശത്തുള്ള വ്യക്തിയുടെ മേൽ, അങ്ങേക്കായി അങ്ങ് ദൃഢപ്പെടുത്തിയ മനുഷ്യപുത്രൻ്റെ മേൽ അങ്ങയുടെ കൈ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്തിരിയുകയില്ല. അങ്ങ് ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷിതരാകട്ടെ.